ദിവസം ബഷീർ ദിനമായി നാം ആഘോഷിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ജീവിതരേഖയിലൂടെ നമുക്കിപ്പോൾ കാതോർക്കാം. 1908 ജനുവരി 21 തിരുവിതാംകൂറിലെ വൈക്കം താലൂക്കിൽപ്പെട്ട തലയോലപ്പറമ്പ് ഗ്രാമത്തിൽ അദ്ദേഹം ജനിച്ചു. പിതാവ് കായി അബ്ദുറഹ്മാൻ, മാതാവ് കുഞ്ഞാച്ചുമ്മ. ഇവരുടെ 6 മക്കളിൽ മൂത്ത ആളായിരുന്നു ബഷീർ. അബ്ദുൽ ഖാദർ, പാത്തുമ്മ, ഹനീഫ, ആനുമ്മ, അബൂബക്കർ എന്നിവരായിരുന്നു സഹോദരങ്ങൾ. പ്രാഥമിക വിദ്യാഭ്യാസം തലയോലപ്പറമ്പിലെ മലയാള പള്ളിക്കൂടത്തിലും വഴിത്തിരിവായത്. ഗാന്ധിജിയെ തൊട്ടുവന്ന് പിൽക്കാലത്ത് അദ്ദേഹം അഭിമാനത്തോടെ പരാമർശിച്ചിട്ടുണ്ട്. വീട്ടുവിട്ട് എറണാകുളത്ത് ചെന്ന് ഒരാളിനെ കേന്ദ്ര കഥാപാത്രമാക്കിക്കൊണ്ട് സ്വന്തം കുടുംബ പശ്ചാത്തലത്തിൽ ബഷീർ രചിച്ച നോവലാണ് പാത്തുമ്മയുടെ ആട്. ബഷീറും അദ്ദേഹത്തിന്റെ ഉമ്മായും സഹോദരങ്ങളും അവരുടെ കുടുംബവുമൊക്കെയാണ് ഈ നോവലിലെ കഥാപാത്രങ്ങൾ. മനുഷ്യരെ കൂടാതെ പൂച്ചകളും എലികളും കോഴികളുമൊക്കെയായി വീട്ടിലെ വേറെയും അംഗങ്ങളെ കുറിച്ച് ബഷീർ ഈ നോവലിൽ പരാമർശിക്കുന്നുണ്ട്. മനുഷ്യരും മനുഷ്യേതരമായ അംഗങ്ങൾ ഉണ്ടാക്കുന്ന ബഹളങ്ങളുടെയും മേളങ്ങളുടെയും നടുവിൽ അതെല്ലാം ആസ്വദിച്ചുകൊണ്ട് ഒരു യോഗിയെ പോലെ വിലസുന്ന ബഷീറിനെ നമുക്ക് ഈ നോവലിൽ കാണാം. കൂടാതെ കഥാപാത്രമായ ആട് എല്ലാത്തിനെയും മറികടന്നുകൊണ്ട് ഒരു പ്രതീകമായി ഈ നോവലിൽ വളർന്നു വരുന്നതായി നമുക്ക് അനുഭവപ്പെടുന്നു. മനുഷ്യരെ മാത്രമല്ല, പ്രകൃതിയിലെ സർവ്വചരാചരങ്ങളെയും സഹജീവികളായി കണ്ടുകൊണ്ട് അവർക്കിടയിൽ അവരിലൊരാളായി പ്രശാന്തമായ മനസ്സോടെ ജീവിക്കാൻ കഴിയുമെന്ന് നമുക്ക് കാണിച്ചു തരുന്ന നോവലാണ് പാത്തുമ്മയുടെ ആട്. പ്രകൃതി കവിതകൾ പൂക്കുന്ന പാടത്തു ഞാൻ എൻ്റെ കരളും പറിച്ചു നട്ടു. ഞാൻ എൻ്റെ കരളും പറിച്ചു നട്ടു. കവിതകൾ പൂക്കുന്ന പാടത്തു ഞാൻ എൻ്റെ കരളും പറിച്ചു നട്ടു. ഞാൻ എൻ്റെ കരളും പറിച്ചു നട്ടു.